आदमी पीता है तो वो होश में नहीं रहता और बहुत ज़्यादा पीते हैं। उसी के चलते मैं मानती हूँ कि 50% क्या 70% जो क्राइम अगेंस्ट विमेन है वो भी लिकर की वजह से है। तो मैं सोचती हूँ गवर्नमेंट की ये सोच को मैं बहुत ज़्यादा अप्रिशिएट करती हूँ। अगर गवर्नमेंट इसको रोक लेती है तो इससे बढ़ के और कोई बात नहीं हो सकती। കേരളം താരതമ്യേന കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ നാടാണെന്നും സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന മദ്യനിരോധനം പ്രാവർത്തികമായാൽ ഇപ്പോഴുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും കുറയുമെന്നും അവർ പറഞ്ഞു. കൂടാതെ സംസ്ഥാന വനിതാ കമ്മീഷൻ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ കുറ്റകൃത്യങ്ങളുടെ തോത് നാമം മാത്രമാക്കാൻ കേരളത്തിന് കഴിയും. മദ്യമാണ് മനുഷ്യരെ കുറ്റവാളിയാക്കുന്നത്. മുഖ്യമന്ത്രി ജയലളിതയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നാടായി മാറി. ഇപ്പോൾ ഉത്തർപ്രദേശിനൊപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുന്ന കാര്യത്തിൽ പശ്ചിമ ബംഗാളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാൾ ഭരിക്കുന്നത് സ്ത്രീയാണെങ്കിലും സ്ത്രീകൾക്ക് അനുകൂലമായ നടപടികൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് മമതാ ശർമ്മ കുറ്റപ്പെടുത്തി. छत्तीसगढ़, झारखंड, वहाँ ट्राइबल्स के साथ जो हो रहा है, मैं सोचती हूँ गवर्नमेंट ने आंखें बंद कर रखी हैं। गवर्नमेंट देखती नहीं है। विमेन के लिए, विमेन एम्पावरमेंट के लिए, अपलिफ्टमेंट के लिए इतना जो पैसा आता है वो कहाँ जाता है? इस पे गवर्नेंस ज़रूरी है. കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് കൂടുകയാണ്. സ്ത്രീകൾ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം ഏകാന്തതയാണ്. സ്ത്രീധനമാണ് ഗാർഹിക പീഡനത്തിന്റെ അടിസ്ഥാനം. കഴിഞ്ഞ മാസം അധ്യക്ഷ പദവിയിൽ നിന്ന് വിരമിച്ച മമതാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷന് പുതിയൊരു അധ്യക്ഷ വരുന്നതുവരെ പദവിയിൽ തുടരും. TV ന്യൂ, ഡൽഹി.